ദുൽഹിജ്ജത്തിൽ ഞങ്ങൾ ആക്കുന്നതായ വലിയ ഒരു ഇബാദത്ത് ഇസ്ലാമൊരു ചിന്ന ഇത്തുള്ളതായ ഇബാദത്ത് ദിക്ർ അൽ ഹജ്ജ് വൽ ഉംറ. അള്ളാഹു കൈത്ത് ഹജ്ജ് ചെയ്യരുത്, അള്ളാഹു കൈത്ത് ഉംറ ആക്കുന്നത്. അർക്കാനുൽ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടിയതാ ഒന്ന് എത്തിക്കർ. ഇബ്രാഹിം അലൈഹി സ്വലാമിൽ നിന്ന് നമുക്ക് കിട്ടിയതായ ഒരു ಕಾರ್ಯ ಎತ್ತಿಕರ್. ಪ್ರತಿ ഒരു ವರ್ಷം ದುನಿಯಾವರು ಬೇರೆ ಬೇರೆ ಜಾಗത്തിൽ ನಿಂತು ಮುഅ್ಮಿನೀಂಗ ಮುಸ್ಲಿಮೀಂಗ ಬಂತು ಆಕ್ರದಾಯ ഒരു വലിയൊരു ഇബാദത്ത് എത്തിക്കർ ആ ഹജ്ജ് ചെല്ലുന്നത്. അപ്പോൾ ആ ഹജ്ജ് കർമ്മ ആക്കുന്നതും ഈ ദുൽഹിജ്ജത്തെ 10 നാളിൽ എത്തിക്കർ. അപ്പോൾ സഹോദരന്മാരെ നമുക്ക് സാധ്യം ഉണ്ടുണ്ടായെങ്കിൽ ഈ ವರ್ಷ ಐತಿಲ್ಲ ಅಂಟಾയെങ്കിൽ ಬಂಡು ವರ್ಷ ಆಯಂಗುം ನಾನು ಹಜ್ಜಿಗೆ പോണു ചെന്തുള്ളതായ ഒരു നീയത്ത് ഞങ്ങൾ ആക്കണം. ചിലപ്പോൾ അങ്ങനത്തെ നീയത്തെ ഞങ്ങൾ ആക്കില്ല. എന്തിക്ക് ഞങ്ങളൊട്ട് അത്ര താക്കത്തിക്കില്ല, തിന്നോ കുന്നോ കേൾക്കില്ല. ഇനി എങ്ങനെ എത്തിക്കുന്ന ഹജ്ജിക്ക് പോകണോണ്ട് എത്തിക്കർ ചില ആൾമാർ വിചാരിക്കുന്നത് മാത്രമാ. ഒരാൾക്ക് ഹജ്ജിക്ക് പോകണ്ടൊരു നല്ല നീയത്ത് അവൻ ആക്കിയാണ്ടായെങ്കിൽ എങ്ങനെയെങ്കിലും അള്ളാഹു എന്താക്കുക അവൻ്റെ ഹജ്ജിಗೆ എത്തിപ്പാട്ടുക. ഇങ്ങനത്തെ എത്രമാ സംഭവങ്ങൾ ഞങ്ങൾ കേട്ടങ്ങ എത്തിക്കറ. എന്തുമില്ലാത്തങ്ങളോ അള്ളാഹു ഹജ്ജിಗೆ എത്തിപ്പാട്ടർ. എന്തിക്ക് അവണ്ടൊട്ടുള്ളതായ നീയത്തും ഇഖ്ലാസ കാരണ കൊണ്ടുത്ത്. അപ്പം നന്നൊട്ടിಗೆ എത്തറുണ്ട് എന്തുണ്ടുണ്ടല്ല നക്ക് ഹജ്ജാക്കണു ചെന്തുള്ളതായ ഒരു നീയത്ത് എത്തിക്കൊണ്ട് ഞങ്ങളൊട്ടിക്കൊണ്ടായത്. അപ്പോൾ ആ ഒരു നീയത്ത് ഞങ്ങൾ സമ്പത്ത് നോക്കിയിട്ട് ഞങ്ങൾ ആക്കുന്നതല്ല സഹോദരന്മാരെ. അല്ല നന്നൊട്ട് എത്ര പൈസ ഒന്നും ഞങ്ങൾ നോക്കിയിട്ട് ആക്കുന്നതല്ല. ആ നീയത്ത് ചെല്ലുന്നത് എപ്പം ഞങ്ങളൊട്ടിക്കണം. അപ്പോൾ ആ ഹജ്ജ് ആക്കുക ആവതൊന്നുണ്ടായെങ്കിൽ ഈ ദുൽഹിജ്ജത്ത് 4 ഞങ്ങൾ ഹജ്ജാക്കുന്നതും എന്തെത്തിക്കർ വാജിബൈത്തുള്ളതായ ಕಾರ್ಯ ಎತ್ತಿಕರ್ ಆವದುಲ್ಲ ಅವನಿಗೂ